ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയോട് കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു. FETയും BJTയും നമ്മളെ കമ്പാരിസണോട് കൂടി ട്രാൻസിസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. നമ്മൾ ഇതിനെ പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് PN ജംഗ്ഷൻ ഡയോഡ് തൊട്ടുള്ളതാണ്. അതുപോലെ റെക്ടിഫയേഴ്സ്, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നമ്മൾ ഈ ബിടെക്കിന് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് എഞ്ചിനീയറിംഗ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആംപ്ലിഫയേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, ചില സമയത്ത് നമുക്കൊരു ലാർജ് ഓഡിയൻസിനെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് വലിയൊരു ഫംഗ്ഷനിൽ ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു ഫംഗ്ഷനിൽ നമുക്ക് ചിലപ്പോഴും പ്രസംഗിക്കേണ്ടതായിട്ട് വരും, അവരെ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് യാതൊരുവിധ മൈക്രോഫോണോ ഒന്നും ഇല്ലാതെ സംസാരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങള് അവസാനം വരെ ഇരിക്കുന്ന ആളിൽ എത്തണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പലപ്പോഴും ഈ കവലയിലൊക്കെ പല പണ്ട് കാലത്ത് ഈ ലോട്ടറി ടിക്കറ്റ് ഒക്കെ വിൽക്കുന്ന ആൾക്കാർ മെഗാഫോൺ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെഗാഫോൺ പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചാലും ഒരിക്കലും ഒരു ലാർജ് ഓഡിയൻസ് ആണെങ്കിൽ അവസാനത്തെ റോയിൽ വരെ നമ്മളുടെ സൗണ്ട് എത്തണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു പ്രസംഗമാവട്ടെ, ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും മ്യൂസിക്കൽ പ്രോഗ്രാം ആവട്ടെ, നമ്മളൊരു ലാർജ് ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പാടുന്ന പാട്ടായാലും നമ്മുടെ പ്രസംഗമായാലും ലാസ്റ്റ് റോ വരെ നമുക്ക് കേൾക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനെന്ത് വേണം? സാധാരണഗതിയിൽ ഒരു ലാർജ് ഓഡിയൻസിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് അഡ്രസ് സിസ്റ്റം യൂസ് ചെയ്യും. പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ അഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റമാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം. PA സിസ്റ്റം എന്ന് പറയും, പബ്ലിക് അഡ്രസ് സിസ്റ്റം. പബ്ലിക്കിനെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഇതിനെ പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് മൈക്രോഫോൺ, ആംപ്ലിഫയർ, സ്പീക്കർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ആംപ്ലിഫയർ എന്നുള്ള പാർട്ടില് ഇവിടെ രണ്ട് തരം ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് വോൾട്ടേജ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നുണ്ട്, പവർ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രയും ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് അത്രയും ആവശ്യമില്ല. ഓക്കെ, സോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദിസ് പബ്ലിക് അഡ്രസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മൈക്രോഫോൺ, ആംപ്ലിഫയർ ആൻഡ് സ്പീക്കർ. ഓക്കെ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് മൈക്രോഫോൺ? മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇത് പ്രസംഗിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നു. മൈക്രോഫോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു കൺവേർട്ട് ദാറ്റ് സൗണ്ട് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. മൈക്രോഫോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്സ് സൗണ്ട് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. നമ്മള് പാട്ട് പാടുന്നയാലും പ്രസംഗിക്കുന്നയാലും മൈക്ക് ഉപയോഗിച്ചാണ്, മൈക്രോഫോൺ ഉപയോഗിച്ചാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് നിങ്ങൾ പഠിക്കണ്ട തൽക്കാലം. അപ്പോൾ മൈക്രോഫോൺ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സൗണ്ടിനെ, നമ്മളിപ്പോൾ ഒരു മൈക്ക് വെച്ച് പാടുന്നു. നമുക്കറിയാം പലതരം മൈക്കുണ്ട്. കോർഡ്ലെസ് മോൺ മൈക്കാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. മൈക്ക് വെച്ച് നമ്മൾ പാടുമ്പോൾ നമ്മളുടെ സൗണ്ടിനെ എന്തോ ചെയ്യുന്നു? ദിസ് മൈക്രോഫോൺ കൺവേർട്സ് അവർ സൗണ്ട് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ ഈ മൈക്രോഫോൺ നമ്മുടെ സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു.
പക്ഷേ ഈ മൈക്രോഫോൺ സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യെങ്കിലും ആ ഇലക്ട്രിക്കൽ സിഗ്നൽ ഫീബിൾ ആയിരിക്കും, ദുർബലമായിരിക്കും, വീക്കായിരിക്കും. ആ ഫീബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ദുർബലമായിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ ചെയ്യണം, ശക്തിപ്പെടുത്തണം. അപ്പോൾ ആ ദുർബലമായ ഇലക്ട്രിക്കൽ സിഗ്നലിനെ വലുതാക്കണം. ഓക്കെ, വലുതാക്കണം. ഈ ദുർബലമായ ഇലക്ട്രിക്കൽ സിഗ്നലിനെ വലുതാക്കണം, സ്ട്രെങ്തൻ ചെയ്യണം, എൻഹാൻസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അതായത് മൈക്രോഫോൺ സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത് വീക്കായിരിക്കും ആ ഇലക്ട്രിക്കൽ സിഗ്നൽ. ആ വീക്കായിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? ആംപ്ലിഫയർ ഉപയോഗിക്കും. അപ്പോൾ ആംപ്ലിഫയർ ഉപയോഗിച്ച് ദുർബലമായ ഈ ചെറിയ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും, സ്ട്രെങ്തൻ ചെയ്യും, ബൂസ്റ്റ് ചെയ്യും, എൻഹാൻസ് ചെയ്യും, എൻലാർജ് ചെയ്യും. അപ്പോൾ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾ വീക്കായിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ത് ചെയ്യും? സ്ട്രെങ്തൻ ചെയ്യുന്നു, എൻലാർജ് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്യുന്നു, വലുതാക്കുന്നു. ഇനി നമുക്ക് നമ്മൾ പാടിയ പാട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രസംഗം ഓഡിയൻസിന് കേൾക്കണമെങ്കിൽ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് സൗണ്ട് ആക്കണം. ആദ്യമേ മൈക്രോഫോൺ എന്തോ ചെയ്തു? നമ്മുടെ സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി. അതിനെ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്തു, ശക്തിപ്പെടുത്തി, എല്ലാ ഓഡിയൻസിനും കേൾക്കാവുന്ന രീതിയിലാക്കി മാറ്റി. ആര്? ആംപ്ലിഫയർ. അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ശക്തിപ്പെടുത്തി, എൻലാർജ് ചെയ്തു, വലുതാക്കി, എൻഹാൻസ് ചെയ്തു. അതിനെ തിരിച്ചിനി ഓഡിയൻസിനെ കേൾക്കാവുന്ന പാകത്തിലാക്കി മാറ്റണം. അത് ആരാണ് ചെയ്യുന്നത്? സ്പീക്കർ ആണ് ചെയ്യുന്നത്. ദി സ്പീക്കർ വിൽ, ഓക്കെ, ലൗഡ് സ്പീക്കർ, ഓക്കെ, loudspeaker converts this electrical signal back into sound signal. Loudspeaker ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് എന്താക്കി മാറ്റും? സൗണ്ട് സിഗ്നൽ ആക്കി മാറ്റും. അങ്ങനെ നമ്മൾ ആ സോങ് ആണെങ്കിലും പ്രസംഗമാണെങ്കിലും ഓക്കെ ലാസ്റ്റ് റോയിൽ ഇരിക്കുന്ന ഓഡിയൻസ് വരെ ആ പാട്ടായാലും ആ പ്രസംഗമായാലും കേൾക്കും. അപ്പോൾ ഇതാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൽ നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ദുർബലമായിട്ടുള്ള, വീക്കായിട്ടുള്ള, ഫീബിൾ ആയിട്ടുള്ള സിഗ്നലിനെ എൻലാർജ് ചെയ്യാനും, ബൂസ്റ്റ് ചെയ്യാനും, സ്ട്രെങ്തൻ ചെയ്യാനും ഓക്കെ നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the function of the amplifier is to amplify weak signal. weak signalനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യും. ഇനി നമ്മൾ ആംപ്ലിഫയറിന്റെ കേസിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് ദ ആംപ്ലിഫയർ ഈസ് ടു, എന്താണ് ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ? എന്താണ്? ടു ആംപ്ലിഫൈ അല്ലെങ്കിൽ ടു എൻലാർജ് വീക്ക് സിഗ്നൽ. വീക്ക് സിഗ്നൽ, ദുർബലമായ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഈ ആംപ്ലിഫയറിന്റെ ചില കാര്യങ്ങൾ അറിയണം. നമ്മൾ ഒരു ദുർബലമായ സിഗ്നൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 millivolt ആണ്. 2 millivolt ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു ദുർബലമായ സിഗ്നല് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ കൊടുത്തു. ആംപ്ലിഫയർ അതിനെ വലുതാക്കി, ശക്തിപ്പെടുത്തി, എൻലാർജ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ തന്നു. ഔട്ട്പുട്ടിൽ കിട്ടിയ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 100 millivolt. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തത് 2 millivolt, ഔട്ട്പുട്ടിൽ കിട്ടിയത് 100 millivolt ആണ്.
ഇനിയാണ് ഈ ആംപ്ലിഫയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആംപ്ലിഫയറിന്റെ ഗെയിൻ. ആംപ്ലിഫയറിന്റെ ഗെയിൻ കാണുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഇപ്പോൾ ഗെയിൻ എപ്പോഴും പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് ഗെയിൻ. ഇപ്പോൾ ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര? 100 മില്ലി വോൾട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എത്ര? 2 മില്ലി വോൾട്ട്. 100 ഡിവൈഡ് ബൈ 2 50. ഇപ്പോൾ ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്തോ ചെയ്തു? ഗെയിൻ എങ്ങനെയാണോ കിട്ടിയത്? ആംപ്ലിഫയറിന്റെ ഗെയിൻ നമുക്ക് കിട്ടി 50. അതായത് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത സിഗ്നലിനെ 50 മടങ്ങ് എൻലാർജ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ തന്നു. നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത 2 മില്ലി വോൾട്ട് സിഗ്നലിനെ 50 ടൈംസ് ബൂസ്റ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് എൻലാർജ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ തന്നു. അതാണ് ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ. ഇൻപുട്ടിൽ കൊടുത്ത 2 മില്ലി വോൾട്ട് സിഗ്നലിനെ 50 മടങ്ങ് എൻലാർജ് ചെയ്ത് 50 മടങ്ങ് വലുതാക്കി നമുക്ക് ഔട്ട്പുട്ടിൽ തന്നു. ഓക്കെ, നിങ്ങൾ അടുത്ത വർഷം എക്സ്പെരിമെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് CRO കാണാം, ഈ ചെറിയ സിഗ്നൽ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഈ വലിയ സിഗ്നൽ എങ്ങനെ കിട്ടുമെന്ന് കാണാൻ പറ്റും. അപ്പോൾ ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതാണ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സിഗ്നൽ കൊടുത്താൽ ആംപ്ലിഫയർ അതിനെ എത്ര മടങ്ങ് വലുതാക്കും, അതാണ് ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിന്റെ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുത്താൽ അത് എത്ര മടങ്ങ് വലുതാക്കും, അതാണ് ആംപ്ലിഫയറിന്റെ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആംപ്ലിഫയറിന്റെ ഗെയിൻ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ എൻഹാൻസ് ദ സിഗ്നൽ ബൈ 50 ടൈംസ്. 50 മടങ്ങ് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, 50 മടങ്ങ് അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആംപ്ലിഫയറിന്റെ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫയർ, കറണ്ട് ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ. ഇങ്ങനെ 3 ഇമ്പോർട്ടന്റ് ടൈപ്പ് ആംപ്ലിഫയർ ഉണ്ട്. വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയർ ആണ്. ഓക്കെ, അതായത് ഇൻപുട്ടിൽ ഒരു 2, ഇപ്പൊ നിങ്ങൾ കണ്ടതാണ്, ഇൻപുട്ടിൽ ഒരു 2 മില്ലി വോൾട്ട് കൊടുക്കുമ്പോൾ അത് 50 മടങ്ങ് വലുതാക്കുന്നു. 50 മടങ്ങ് വലുതാക്കി എത്ര കിട്ടും ഔട്ട്പുട്ട്? 100 മില്ലി വോൾട്ട് കിട്ടും. അങ്ങനെ വോൾട്ടേജിനെ വലുതാക്കുന്ന അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയർ ആണ് വോൾട്ടേജ് ആംപ്ലിഫയർ. അതേപോലെ കറണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയർ ആണ്, കറണ്ടിനെ സ്ട്രെങ്തൺ ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ടിനെ എൻഹാൻസ് ചെയ്യുന്ന, കറണ്ടിനെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ടിനെ ശക്തിപ്പെടുത്തുന്ന ആംപ്ലിഫയർ ആണ് കറണ്ട് ആംപ്ലിഫയർ. പവർ ആംപ്ലിഫയർ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ആംപ്ലിഫയർ ഉണ്ട്. വോൾട്ടേജ് ആംപ്ലിഫയർ ഉണ്ട്, കറണ്ട് ആംപ്ലിഫയർ ഉണ്ട്, പവർ ആംപ്ലിഫയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആംപ്ലിഫയറിനകത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ.